ചിന്നക്കനാലിൽ ശല്യമായതോടെയാണ് അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ വനത്തിലേക്ക് വിട്ടത്. എന്നാൽ പെരിയാർ വനത്തിലൂടെ തമിഴ്നാട്ടിൽ കടന്ന അരിക്കൊമ്പൻ കമ്പത്ത് ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടെ കേരളത്തിൽ നടന്നതുപോലെ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം തമിഴ്നാട് വനംവകുപ്പും ആരംഭിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. അരിക്കൊമ്പനെ പിടികൂടാനായി 3 കുങ്കിയാനകളെയാണ് കമ്പത്ത് എത്തിച്ചത്. ഡോക്ടർ കലൈവാണന്റെ നേതൃത്വത്തിലാണ് ദൗത്യസംഘത്തിന്റെ ഓപ്പറേഷൻ. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് വിടാനാണ് ശ്രമം. കമ്പത്ത് ടൗണിൽ ഇറങ്ങിയ അരിക്കൊമ്പൻ മേഘമലയിലെ ഉൾക്കാട്ടിലേക്ക് മടങ്ങിയതായി തമിഴ്നാട് വനംവകുപ്പിന്റെ വിലയിരുത്തലുണ്ട്. ഞായറാഴ്ച പുലർച്ചെ കൃഷിഭൂമിക്കും വനത്തിനും ഇടയിൽ നിലകൊണ്ട ആന ഇപ്പോൾ വനത്തിൽ 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി. ആനയെ നിരീക്ഷിക്കുന്നതിന് വനംവകുപ്പിന്റെ സംഘം സ്ഥലത്തുണ്ട്. കമ്പം സുരുളിപ്പെട്ടി റോഡ് മുറിച്ചു കടന്ന ആന വനമേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മയക്കുപിടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. 3 കുങ്കിയാനകൾ സ്ഥലത്തുണ്ട്. കമ്പം ടൗണിൽ നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്. പോലീസ് മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. കമ്പം ഗൂഡല്ലൂർ ബൈപ്പാസിന് സമീപമാണ് 3 കുങ്കിയാനകളെ തളച്ചിരിക്കുന്നത്. കമ്പം സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 3ഓടെ അരിക്കൊമ്പനെ കാണുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ സുരുളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് പോലീസ് അടച്ചു. പ്രദേശത്തെ വിനോദസഞ്ചാരികളെയും മാറ്റി. ജനവാസ മേഖലയിൽ തിരികെ എത്തിയാൽ മാത്രമേ മയക്കുപിടി വയ്ക്കൂ എന്നാണ് വനം വകുപ്പിന്റെ തീരുമാനം. കാട് കയറിയ കൊമ്പൻ ഉടനെ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുപിടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനം വകുപ്പ് സജ്ജമാണ്. എന്തായാലും ചിന്നക്കനാലിൽ വനം വകുപ്പിനെ വട്ടം കറക്കിയതുപോലെ തന്നെ കമ്പത്തും തമിഴ്നാട് വനം വകുപ്പിനെ ചുറ്റിക്കുകയാണ് അരിക്കൊമ്പൻ.